ഹായ് ഹലോ നമസ്കാരം ഗൈസ്, വെൽക്കം ടു PB അപ്ഡേറ്റ്സ്. അനു അടുത്ത വള്ളി വൃത്തിക്ക് പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വള്ളി നമ്മുടെ നെവിന്റെ അമ്മൂമ്മയെ കയറി വിളിച്ചതും അത് സപ്പോർട്ട് ചെയ്തൊക്കെ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. പക്ഷെ ശ്രദ്ധിക്കണമായിരുന്നു, ലാലേട്ടൻ എന്നെ വിളിച്ച് പുറത്താക്കിയാലും കുഴപ്പമില്ല എന്നുള്ളൊരു അപ്പൊ അത്രേ ഉള്ളൂ എന്നുള്ളൊരു ചോദ്യം ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും വരും. അത് പറയാൻ പാടില്ലാത്തതാണ്. രണ്ടാമത്തെ കേസ് സത്യം പറഞ്ഞാൽ ഇന്നലെ കിച്ചണിൽ നടന്ന ആ ഒരു മുട്ടയും ദോശയുടെയും സംഭവം ആര്യനും അക്ബറും അനുവിനും വെച്ച 8ന്റെ പണിയാന്ന് ഞാൻ പറയും. എസ്പെഷ്യലി ആര്യൻ, കാരണം വിശക്കണു. അപ്പം നോറ അതിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കി അനുവിനെ. അനു ഇതിൽ വന്ന് പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം സ്ട്രൈക്ക് ഇട്ട് നോക്കി. പക്ഷെ അനു അവിടെ അത് എന്നതല്ലണ്ട് അമ്മാവാ, ഞാൻ നന്നാവില്ല എന്നുള്ള രീതിയിൽ തന്നെ ഒരു ആക്ഷൻ എടുത്തു. അപ്പൊ അക്ബർ പറയാണ്ട് ആര്യന്റെ മുട്ട കൊടുത്തോ, അത് ഷെയർ അല്ല അവന്റെ മുട്ട കൊടുത്തോ. ഇപ്പൊ 2 ഓംലെറ്റ് എന്നുള്ളത് എന്തായി? പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആര്യടാ വിശക്കണൂടാ, നമുക്ക് കടലപ്പൊടി കൊണ്ട് ദോശ ഉണ്ടാക്കാടാ. അനു അവിടെ നോ പറയേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 2 മുട്ട ആര്യന്റെ ആയതുകൊണ്ട് എടുക്കാം. മറ്റു സംഭവങ്ങളെല്ലാം നോറ പറഞ്ഞ മാതിരി പയറെടുക്കുമ്പോൾ എന്തെടുക്കണം അത് മറ്റാളുകൾക്കും കൂടി വേണ്ടതാണ്. മനസ്സിലായോ? ആര്യന് മാത്രമാണോ അവിടെ വിശപ്പുള്ളത്? അവിടെ എല്ലാവർക്കും വിശപ്പുണ്ട്. ഈ ആര്യന് പകരം ബാക്കി എല്ലാവരും വിശക്കണമെന്ന് പറഞ്ഞു വന്നാൽ എങ്ങനെ ശരിയാവുന്നത്? അത് മാത്രമല്ല, അത് അതിലെ പറഞ്ഞ മാതിരി അത് കിച്ചൺ ക്യാറ്റിനോടാണ് സംസാരിക്കേണ്ടത്, അനുവിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല. പക്ഷെ അനു ഇങ്ങനെ ചെയ്യും. അനു ഗീവറാണ്. അനുവിന് സങ്കടം കണ്ടാൽ അനു പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യും. അനുവിന്റെ പൊസിഷൻ പോലും നോക്കാതെ ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞിട്ട് ആര്യൻ കുടുക്കാണ്. ഇവിടെയൊക്കെ അതൊക്കെ ബുദ്ധിപൂർവ്വം നോ പറയേണ്ടതാണ്. അതിലെ നോറെ സപ്പോർട്ട് ചെയ്യാൻ നോക്കിയിട്ട് അനു അവിടെ നിന്നില്ല. അനു പറയുന്നുണ്ട് മരത്തിന്റെ ചോട്ടിലിരിക്കുന്ന നന്മമരം അത് വാഴമരാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അവിടെ അത് നോ പറഞ്ഞില്ല ഇവർ. എന്നിട്ട് അക്ബർ പറയുന്നുണ്ട് ഇതിൽ വിഷയം വരികയാണെങ്കിൽ ഞങ്ങൾക്ക് വിശന്നിട്ടല്ലേ ഞങ്ങൾ ടേക്കപ്പ് ചെയ്തോളാം എന്നുള്ളത്. കിച്ചൺ ക്യാപ്റ്റന്റെ പെർമിഷൻ ഇല്ലാതെ അവിടെ ഫുഡ് എടുക്കാൻ പാടില്ല. ഇപ്പൊ ഒരാളുടെ ഷെയറിന്റെ സംഭവമാണെങ്കിൽ അത് ഞാനത് എടുക്കുക കേട്ടോ എന്ന് പറയാം. അതല്ലാതെ ഈ കടലപ്പൊടിയും സംഭവങ്ങളൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ ആര്യനും അക്ബറും പറയുന്നുണ്ട് നമ്മുടെ നെവിൻ അറിയാതെ കഴിക്കണം, നെവിൻ അറിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ളത്. നെവിനെ ഈ സീസണിൽ ആരും മറക്കില്ല കേട്ടോ. ആരാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ ഇഷ്ടമല്ലേ, അങ്ങനെ ആരും ഇല്ലെങ്കിലും നെവിനെ ഒരു ഫുൾ എന്റർടൈനർ ആയിട്ട് നെവിന്റെ കുറെ ബോഡി ലാംഗ്വേജസ്, നെവിന്റെ കുറെ ടോക്കുകളൊക്കെ പുറത്ത് നല്ല രീതിയിൽ വൈറലാണ്. അപ്പം നെവിനെ ഈ സീസണിൽ മാർക്കുമില്ല. കമ്മിങ് സീസണിൽ ചലഞ്ചറായിട്ട് വരാനുള്ള ചാൻസും നെവിന് തന്നെയാണ്, നോ ഡൗട്ട് അറ്റ് ഓൾ. അപ്പം അതിന്റെ പേരിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കി. നെവിൻ ചോദിച്ചത് നെവിനാണെങ്കിൽ ഇറിറ്റേറ്റിംഗ്, നെവിന് എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കണം അനുവിന്റെ ഭാഗത്തു നിന്ന്. അപ്പം നല്ല രീതിയിൽ ഇട്ടിട്ട് സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നി കേട്ടോ. അതിങ്ങനെ ഒരു ബെഡിന്റെ സൈഡിലോട് അനു വരുത്തി വെച്ചാണ്, അനു വാങ്ങിച്ചു പിടിച്ച വള്ളി തന്നെയാണ്, അതിനകത്തൊന്നും പറയാനില്ല. പക്ഷെ നെവിൻ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വന്നിട്ട് ഈ കൊച്ചിങ്ങനെ ഒതുങ്ങി ഇങ്ങനെ പോവുക. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഇറിറ്റേറ്റ് ആയിട്ട് വല്ല കൈ വയ്ക്കുകയോ തല്ലോ എന്തെങ്കിലും ഉണ്ടാവുമെന്ന്. കാരണം ഇത് ഫിസിക്കൽ അസോൾട്ട് ആയിട്ട് മാറ്റാനുമുള്ള ചാൻസസ് ഉണ്ട്, വേദനിച്ചില്ലെങ്കിൽ പോലും. ഓക്കെ, അപ്പം അവിടെ നല്ല രീതിയിൽ ഫൈറ്റ് ഉണ്ടായി. അവസാനം അനു അത് വിട്ടുകൊടുക്കാതെ ചലഞ്ചായിട്ട് തന്നെ നിന്നു കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശന്നപ്പോൾ കൊടുത്തു, അവർക്ക് വിശന്നിട്ടാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുത്തത്. പക്ഷെ അനു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, കിച്ചണിലെ ഐറ്റംസ് എല്ലാവർക്കും വേണ്ടതാണ്. അനുവിന് അല്ലെങ്കിൽ ഒരു പാർട്ടിക്കുലർ ആളുകൾക്ക് മാത്രമുള്ളതല്ല. ആര്യൻ അത് ചോദിക്കാനും പാടില്ല, ആര്യൻ അറിയാവുന്ന കാര്യമാണ്. ആര്യൻ അത് അനുവിനോടല്ല പറയേണ്ടത്, ആര്യൻ അത് ഷാനവാസിനോടാണ് പറയേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത് ആര്യൻ അനുവിനെ കുടുക്കിയതാണെന്നുള്ളത്. വൃത്തിക്കുള്ള വല പിരിച്ചു അനു നൈസായിട്ട് അതിനകത്ത് വന്നു വീണു. അനു ആ ഫുഡൊക്കെ എടുത്ത് അങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ ദൈവം ഏതിന് ശ്വാസം മുട്ടുന്നത്. പക്ഷെ നൈസായിട്ട് ഹാൻഡിൽ ചെയ്തു. അതേപോലെ ആ സാധനങ്ങൾ എടുത്ത് നെവിൻ കളയാൻ പോയപ്പോഴൊക്കെ കഷ്ടം തോന്നി. സത്യം പറഞ്ഞാൽ എന്തൊരു ഇറിറ്റേറ്റിംഗ് ആണോ നെവിൻ. അതേപോലെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറ്റം പറയണല്ല നെവിനെ, ആ ഒരു ഗെയിം സ്ട്രാറ്റജി എങ്ങനെയാണ് അതാണ് ശരിക്കും ഇറിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നെവിൻ ഇങ്ങനെ തിന്നാൻ പോണ മാതിരി അനുവിന്റെ അടുത്തേക്ക് പോകുമ്പോൾ മാറ്റുള്ളവർ മാറി നിൽക്കുകയാണ്. ഈ പറയുന്ന ആരും പോലും പറയുന്നില്ല എടാ ഞാൻ പറഞ്ഞിട്ടാണ് അവർ ചെയ്തെന്നുള്ള സംസാരം അവിടെ വരുന്നില്ല. അനുവിനെ തന്നെ ഞാൻ പറയത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനു അവിടെ നോ പറയണ്ടായിരുന്നു. അതിലെ നൂറ് മാക്സിമം നോക്കിയിട്ട് അനു അവിടെ ഗീവറായിട്ട് നിന്നു. അയ്യോ വിശക്കല്ലേ, വിശക്കുമ്പോൾ എന്ത് ചെയ്യാനെന്ന് വെച്ചിട്ട് അവിടെ ഇരിക്കുന്ന ഷാനവാസിനെ പോലും മൈൻഡ് ചെയ്യാതെ ആൾ പോയിട്ട് സാധനമൊക്കെ ഉണ്ടാക്കിയെന്നുണ്ട്. ഷാനവാസ് ചോദിക്കുന്നത് നീ ആരോട് ചോദിച്ചിട്ട് ഉണ്ടാക്കിയെന്നുള്ളത്. അത് ശരിക്കും ഷാനവാസിനോട് അനു പറയണമായിരുന്നു, ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അല്ലാതെ ഇത്രയും ദിവസമായില്ലേ, ഇനി ഒരാഴ്ച 1 മാസം കൊണ്ട് ഉണ്ടാവുള്ളൂ, കഷ്ടി എന്നിട്ടും കിച്ചണിലെ സംഭവങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞൂടെ. അപ്പൊ എന്തായാലും ഇത്തവണ വരുമ്പോൾ ലാലേട്ടൻ അനുവിനായിട്ട് പൊരിക്കുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ആര്യൻ കുടുക്കിയതാണെന്നുള്ളത് മേ ബി കുറച്ച് കഴിയുമ്പോഴായിരിക്കും അനുവിന് മനസ്സിലാവുന്നുണ്ടാവുക. പക്ഷെ ഇന്നലെ നെവിന്റെ ഇറിറ്റേറ്റിംഗ് ലെവൽ എക്സ്ട്രീം ആയിരുന്നു. അതാണ് ഈ ഗെയിം സ്ട്രാറ്റജിയിൽ ശരിക്കും വേണ്ടത്. അതുപോലെ തന്നെ അനു കുറച്ചും കൂടി ചിന്തിച്ച് ഈ പറഞ്ഞ മാതിരി സങ്കടം കാണിക്കുന്ന, സങ്കടം പറയുന്ന എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ നിൽക്കരുതെന്നുള്ള ഒരു പാഠമെങ്കിലും അനു പഠിച്ചാൽ മതിയായിരുന്നു.